എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിൽ ശിവാലയ കൺസ്ട്രക്ഷൻസ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗത്ത് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിൻ്റുകളുടെ ഡീറ്റെയിലുകളാണ്. എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സർവീസ് റോഡിൽ നിന്നും 6 വരി പാതയിലേക്കുള്ള പ്രവേശനത്തെ എൻട്രി പോയിൻ്റ് എന്നും 6 വരി പാതയിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള പ്രവേശനത്തിനെ എക്സിറ്റ് പോയിൻ്റ് എന്നുമാണ് പറയപ്പെടുന്നത്. കടമ്പാട്ടുകോണത്ത് നിന്നും കാവനാടേക്ക് പോകുമ്പോഴുള്ള 5 എക്സിറ്റ് പോയിൻ്റുകളിൽ ആദ്യത്തെ എക്സിറ്റ് പോയിൻ്റാണ് ഇനി കാണാൻ പോകുന്നത്. പാരിപ്പള്ളിയിൽ മുക്കട അണ്ടർപാസിന് മുന്നെയാണ് ആദ്യത്തെ എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴി മെയിനായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നത് വർക്കല ഭാഗത്തേക്കും, കൂടാതെ പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇടതേക്ക് പരവൂർ, വലതേക്ക് പോയി കഴിഞ്ഞാൽ MC റോഡ്, മടത്തറ, പുനലൂർ ഈ ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയും. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ സൈറ്റിൽ മാത്രമാണ് എൻട്രിയും എക്സിറ്റും വരുന്ന ഭാഗങ്ങളിൽ പൂർണ്ണമായും കോൺക്രീറ്റ് ക്രാഷ് ബാരിയറുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായി കണ്ടത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഫ്ലെക്സിബിൾ സ്പ്രിംഗ് പോസ്റ്റുകളാണ് ലൈൻ ഡിവൈഡറുകളായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതായി കണ്ടത്. പാരിപ്പള്ളി കഴിഞ്ഞ് കല്ലുവാതിക്കലിലാണ് കൊല്ലം ജില്ലയിലെ 2 ടോൾ പ്ലാസകളിൽ ഒരെണ്ണം സ്ഥിതി ചെയ്യുന്നത്. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗത്ത് ഇതുവരെ 20ഓളം എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും ചില ഭാഗങ്ങളിൽ നിർമ്മിക്കാനും ബാക്കിയുണ്ട്. ഈ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് സർവീസ് റോഡ് വഴി കല്ലുവാതിക്കൽ ഭാഗത്തേക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞ് വരുന്ന ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴി കല്ലുവാതിക്കൽ ജംഗ്ഷനിലേക്കും, കൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള കുരിശുംമൂട്, കാരങ്കോട് ഭാഗത്തൊക്കെ പോകാൻ കഴിയും. മുക്കടയിലെയും കല്ലുവാതിക്കലിലെയും എക്സിറ്റ് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ടുള്ളത് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി കാണുന്ന എക്സിറ്റ് പോയിൻ്റാണ്. അപ്പോൾ ശീമാട്ടി ജംഗ്ഷൻ, ചാത്തന്നൂർ KSRTC ബസ് സ്റ്റാൻഡ്, ചാത്തന്നൂർ ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള തിരുമുക്ക് എന്നീ ഭാഗങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടി ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സർവീസ് റോഡിൽ നിന്നുകൊണ്ട് എക്സിറ്റ് പോയിൻറ്റിൻ്റെ കാഴ്ചയാണ്. മെയിൻ റോഡ് വഴി പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാരങ്കോട് സ്പിന്നിംഗ് മില്ല് വരുന്നത്. അപ്പോൾ മൈലക്കാട് ഭാഗത്തേക്കും, കൂടാതെ സിതാര ജംഗ്ഷന് മുന്നേയുള്ള ഭാഗത്ത് പോകാനുമൊക്കെ ഇനി എക്സിറ്റ് പോയിൻ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി 4ാമതായിട്ടുള്ള എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് കൊട്ടിയം ജംഗ്ഷന് മുന്നേ സിതാര ജംഗ്ഷനിലാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് സിതാര ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് 4ാമത്തെ എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ കാണുന്നത് സർവീസ് റോഡ് വഴി വരുമ്പോഴുള്ള സിതാര ജംഗ്ഷനിലെ എക്സിറ്റ് പോയിൻ്റാണ്. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴി നമുക്ക് കൊട്ടിയം ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് കുണ്ടറ ഭാഗത്തേക്കൊക്കെ പോകാനൊക്കെ എളുപ്പമായിരിക്കും. കൂടാതെ ഉമയനല്ലൂർ, മേവറം വരെയുള്ള യാത്രയ്ക്ക് ഈ ഒരു എക്സിറ്റ് പോയിൻ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മുക്കട, കല്ലുവാതിക്കൽ, കാരങ്കോട്, സിതാര ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ എക്സിറ്റ് പോയിൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് നീരാവിൽ പാലത്തിന് ശേഷമാണ്.
കൊല്ലം ടൗണിലേക്ക് പോകുന്നതിന് വേണ്ടി മേവറം ഭാഗത്ത് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ മേവറം ഭാഗത്ത് ഒരു എക്സിറ്റ് പോയിൻ്റ് ഇല്ല എങ്കിൽ കുട്ടിയത്തിന് മുന്നേയുള്ള സിതാര ജംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് കൊല്ലം ടൗണിലേക്ക് പോകാൻ കഴിയുക. ഈ ഭാഗത്തുള്ളവർക്കും ഇവിടുത്തെ വിവരങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ DPRO മറ്റു വിവരങ്ങളോ ഒന്നും ഒരു സൈറ്റുകളിലും ലഭ്യമല്ല. പലരോടും ചോദിച്ച് അറിയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയ 5 എക്സിറ്റ് പോയിൻറ്റിൻ്റെ വിവരങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് തിരിച്ച് കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന എക്സിറ്റുകളാണ് കാണാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ എക്സിറ്റ് പോയിൻ്റ് വരുന്നത് മങ്ങാട് പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ വ്യൂ ആണ്. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് നമുക്ക് കല്ലുംതാഴം ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടാമതായിട്ടുള്ള എക്സിറ്റ് പോയിൻ്റ് വരുന്നത് അയത്തിൽ എത്തുന്നതിന് മുന്നെയാണ്. ഈ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സൈഡിലേക്കുള്ള ക്രാഷ് ബാരിയറുകൾ അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴി നമുക്ക് അയത്തിൽ ജംഗ്ഷനിലെത്തി കൊല്ലം ആയൂർ റോഡിൽ കണക്ട് ചെയ്യാം. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് കൊല്ലത്തേക്കും ഇടത്തേക്ക് തിരിഞ്ഞ് ആയൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയും. അപ്പോൾ മങ്ങാട് ഭാഗത്തെയും അയത്തിൽ ഭാഗത്തെയും എക്സിറ്റ് പോയിൻ്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ എക്സിറ്റ് പോയിൻ്റ് വരുന്നത് ഉമയനല്ലൂർ ഭാഗത്താണ്. മേവറം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അണ്ടർപാസ് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ഈ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ നിർമ്മാണവും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് നമുക്ക് ഉമയനല്ലൂർ, കൊട്ടിയം എന്നീ ഭാഗങ്ങളിലൊക്കെ പോകാൻ കഴിയുന്നത്. ഇതിൽ നിന്നും കൊല്ലം ടൗണിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ അയത്തിൽ ജംഗ്ഷനിലുള്ള എക്സിറ്റ് പോയിൻ്റ് എടുത്ത് പോകാം. അല്ല എങ്കിൽ ഉമയനല്ലൂർ എക്സിറ്റ് പോയിൻറ്റിൽ നിന്നും ഉമയനല്ലൂർ അണ്ടർപാസിലൂടെ U-ടേൺ എടുത്ത് നമുക്ക് മേവറത്ത് കൂടി തിരിഞ്ഞ് പോകാവുന്നതാണ്. ഉമയനല്ലൂർ കഴിഞ്ഞ് നാലാമത്തെ എക്സിറ്റ് പോയിൻ്റ് വരുന്നത് ശീമാട്ടി ജംഗ്ഷന് തൊട്ട് മുന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശീമാട്ടി ജംഗ്ഷന് തൊട്ട് മുന്നേയുള്ള ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ വ്യൂ ആണ്. ഇനി അഞ്ചാമതായി നിർമ്മിച്ചിരിക്കുന്ന എക്സിറ്റ് പോയിൻ്റ് പാരിപ്പള്ളി ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ളതാണ്. കല്ലുവാതുക്കൽ നിർമ്മിച്ചിരിക്കുന്ന ടോൾ പ്ലാസ കഴിഞ്ഞ് ഉടൻ തന്നെ പാരിപ്പള്ളിയിലേക്കുള്ള സർവീസ് റോഡും ആരംഭിക്കുന്നുണ്ട്. കൂടാതെ മെയിൻ റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു എക്സിറ്റ് പോയിൻറ്റും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്.
പാരിപ്പള്ളി, പരവൂർ, മടത്തറ, വർക്കല ഈ മേഖലകളിലൊക്കെ പോകേണ്ട വാഹനങ്ങൾ ഇവിടെ നിന്നും എക്സിറ്റ് എടുത്താണ് പോകേണ്ടത്. അപ്പോൾ കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയും കാവനാട് മുതൽ തിരിച്ച് കടമ്പാട്ടുകോണം വരെയുള്ള 10 എക്സിറ്റ് പോയിൻറ്റുകളുടെ ഡീറ്റെയിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനി എവിടെയൊക്കെയാണ് എൻട്രി പോയിൻറ്റുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻട്രി പോയിൻ്റ് എന്നാൽ സർവീസ് റോഡിൽ നിന്നും മെയിൻ 6 വരിയിലേക്ക് ഇവിടെ നിന്നാണ് പ്രവേശിക്കാൻ കഴിയുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ കടമ്പാട്ടുകോണത്ത് നിന്നും ഇപ്പോൾ കാവനാട് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എൻട്രി പോയിൻ്റ് വരുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയിലേക്കാണ്. പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴി നേരെ ടോൾ പ്ലാസയിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരിപ്പള്ളിയിലെ എൻട്രി പോയിൻ്റ് കഴിഞ്ഞാൽ അടുത്തതായി നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻ്റ് അയത്തിൽ ജംഗ്ഷനിൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും എൻട്രി പോയിൻ്റുകൾ നിർമ്മിക്കുമോ എന്ന് കറക്റ്റായി അറിയില്ല. ഇത്തിക്കര പാലത്തിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് ശിവാലയുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇതുവരെയും വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ടുള്ള എൻട്രി പോയിൻ്റ് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അയത്തിൽ ജംഗ്ഷന് ശേഷം നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻ്റാണ്. ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് മെയിൻ റോഡിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാരിപ്പള്ളിക്കും അയത്തിലും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് നിർമ്മിച്ചിരിക്കുന്ന മങ്ങാട് പാലത്തിന് മുന്നെയാണ്. മങ്ങാട് പാലത്തിലും സർവീസ് റോഡില്ല, അതുകൊണ്ടാണ് മങ്ങാട് പാലം എത്തുന്നതിന് മുന്നേ തന്നെ ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിക്കര പാലത്തിനും മുന്നേയും ഒരു എൻട്രി പോയിൻ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മങ്ങാട് പാലത്തിന് മുന്നേ നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻറ്റിൻ്റെ കാഴ്ചകളാണ്. ഇനി നാലാമതായി നിർമ്മിച്ചിരിക്കുന്നത് നീരാവിൽ പാലത്തിന് മുന്നെയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് മങ്ങാട് പാലത്തിലും സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തു. അതുപോലെ നീരാവി പാലത്തിന് മുന്നേയും ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് നീരാവിൽ പാലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻറ്റിൻ്റെ കാഴ്ചകളാണ്. ഇനി അഞ്ചാമതായി നിർമ്മിച്ചിരിക്കുന്നത് കാവനാട് പാലത്തിന് മുന്നേ നിർമ്മിച്ചിരിക്കുന്ന എൻട്രി പോയിൻ്റാണ്. ഇവിടെയും പാലത്തിൽ സർവീസ് റോഡ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 5 എൻട്രി പോയിൻ്റുകളിൽ 4 എണ്ണവും കൊല്ലം ബൈപ്പാസിലാണ്. പാരിപ്പള്ളി കഴിഞ്ഞ് ടോൾ ഗേറ്റിൽ മാത്രമാണ് ഒരു എൻട്രി പോയിൻ്റ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എൻട്രി പോയിൻ്റുകളെക്കുറിച്ചുള്ള വിവരമുണ്ടെങ്കിൽ ആ പ്രദേശമുള്ളവർക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി കാവനാട് മുതൽ തിരിച്ച് കടമ്പാട്ടോണത്തേക്ക് പോകുമ്പോഴുള്ള എൻട്രി പോയിൻ്റുകൾ എവിടെയൊക്കെയാണെന്നത് നോക്കാം. അപ്പോൾ കാവനാട് നിന്നും വരുമ്പോഴുള്ള ആദ്യത്തെ എൻട്രി പോയിൻ്റ് നീരാവിൽ പാലത്തിന് മുന്നെയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത്
ആ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ കാഴ്ചകളാണ്. കൊല്ലം ബൈപ്പാസിൽ ഒരു എൻട്രി പോയിൻ്റ് മാത്രമേ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളൂ. അത് നീരാവിൽ പാലത്തിന് മുന്നേ ഉള്ളതാണ്. രണ്ടാമത്തെ എൻട്രി പോയിൻ്റ് വരുന്നത് മേവറത്തിനും ഉമയനല്ലൂരിനും ഇടയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉമയനല്ലൂർ നിർമ്മിച്ച എൻട്രി പോയിൻറ്റിൻ്റെ കാഴ്ചകളാണ്. ഈ ഒരു എൻട്രി പോയിൻ്റ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻറ്റും വരുന്നത്. ഇത് കുറച്ച് മുന്നേ ഇത് കാണിച്ചതാണ്. അടുത്ത മൂന്നാമത്തെ എൻട്രി പോയിൻ്റ് വരുന്നത് സിതാര ജംഗ്ഷനിലാണ്. അപ്പോൾ ഉമയനല്ലൂർ കൊട്ടിയം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് സിതാര ജംഗ്ഷനിലുള്ള എൻട്രി പോയിൻ്റ് വഴിയാണ് മെയിൻ 6 വരിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ മുൻവശത്തായിട്ടാണ്. ഇവിടുത്തെ എൻട്രി പോയിൻ്റ് പൂർണ്ണമായും നിർമ്മിച്ചിട്ടില്ല. ഒരു സൈഡിലെ ക്രാഷ് ബാരിയർ ചെറുതായി ചരിച്ച് നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് ഇവിടെ എൻട്രി പോയിൻ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ എൻട്രി പോയിൻ്റ് വരുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയിൽ നിന്നാണ്. അപ്പോൾ കല്ലുവാതുക്കൽ ഭാഗത്തൊക്കെയുള്ള വാഹനങ്ങൾക്ക് സർവീസ് റോഡ് വഴി വന്ന് നേരെ ടോൾ പ്ലാസയിലേക്ക് പ്രവേശിച്ച് മെയിൻ 6 വരിയിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു എക്സിറ്റ് പോയിൻ്റ് വരാനിരുന്നത് മുക്കടയിലായിരുന്നു. മുക്കടയിൽ ഒരു അണ്ടർപാസ് നിർമ്മിച്ചതുകൊണ്ട് പാരിപ്പള്ളിയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാനുള്ള എക്സിറ്റ് പോയിൻ്റ് എവിടെയാണ് എക്സാക്റ്റായിട്ട് നിർമ്മിക്കുന്നതെന്ന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് വരുന്ന കടമ്പാട്ടുകോണം ഏരിയയിലൊക്കെ ആയിരിക്കാം ഒരു എൻട്രി പോയിൻ്റ് വരാൻ സാധ്യത. അപ്പോൾ കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള ഭാഗത്ത് 20 എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റുകളും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും എൻട്രി പോയിൻറ്റുകളും എക്സിറ്റ് പോയിൻറ്റുകളും വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.